ദൈവമായ കർത്താവേ, നിനക്ക് ആത്മീയമായ പെരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധരോടൊന്നിച്ച് വെടിപ്പും വിശുദ്ധിയുമുള്ള ആത്മാവോടും നിർമ്മലമായ ശരീരത്തോടും കൂടെ നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിന്റെ മഹത്വ ദിവസത്തെ പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവളുടെ യാചനയാൽ കരുണയും അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, അവളുടെ ജനന പെരുന്നാളിൽ ഞങ്ങൾ നിനക്ക് സ്തുതികരേറ്റുമാറാകണമേ. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചു, എന്നോട് നീ ഉത്തരമരുളി. എന്റെ വചനങ്ങൾ സൂക്ഷിച്ചു കേൾക്കണമേ. എന്റെ പ്രാർത്ഥന പോലെ എന്റെ കൈകളുടെ കാഴ്ച സന്ധ്യാഗ്നി പോലെ കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാരത്തിന് ചായ്ക്കുകയും ഞാൻ ന്യായമായി പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുവാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അർത്ഥങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ പ്രശ്നമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ഇടകൊണ്ട് എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യരുതേ. എന്തെന്നാൽ പ്രാർത്ഥന അവരുടെ ദുഷ്ടതയ്ക്ക് എതിരായിട്ടാകുന്നു. തടയപ്പെട്ടു. ഇപ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ പിളർക്കുന്ന ഒഴുകുപോലെ പാതാളത്തിന്റെ വായ്ക്കരികെ അവരുടെ അസ്ഥികൾ ചിന്തപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകളിലേക്ക് ഉയർത്തി എന്നിൽ ശരണപ്പെട്ടിരിക്കുന്നു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കിഴികൾ മറച്ചുവെച്ചിട്ടുള്ള പ്രശംസകളുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നുപോകുന്ന ഞാൻ കാലിൽ വീശ് ഞങ്ങളുടെ വീഴും. സകല ജാതികളുടെ കർത്താവിനെ സ്തുതിപ്പീൻ. സകലജനമേ നിങ്ങൾ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവശ്യമാനത്തെ കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ആരാധിക്കുന്നു. പേജ് 17. കന്യക വിളിച്ചീവോ വിസ്മീതനായി ഞാൻ ദൈവസ്വദാനി നൽകുക വചനം. ഹൃദയാനിളവ നിന്നുടെ വീണ നന്മകൾ നിറയുന്ന നിന്നുടെ മാതാവേ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും ദയയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്നെ വഹിച്ചവളെ ശുദ്ധീകരിച്ച പരിശുദ്ധനും തന്നെ പ്രസവിച്ച കന്യകയായ ശ്രേഷ്ഠതപ്പെടുത്തിയ വലിയവനും തന്റെ ദാസിയുടെ താഴ്മയിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്റെ ശ്രേഷ്ഠതയ്ക്ക് അവളെ മണവറാക്കി തീർക്കുകയും തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട സഭയിൽ അവളുടെ പെരുന്നാളിനെ ആഘോഷിക്കുകയും ചെയ്ത മഹോന്നതന് സ്തുതി. അവന് സന്ധ്യപ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തന്റെ ദൈവത്വത്തിന്റെ ഉന്നതാവസ്ഥയിൽ സംവിധാനോടും തന്റെ മനുഷ്യത്വത്തിന്റെ വിനീതാവസ്ഥയിൽ സമാധാനോടും സമനായിരിക്കുന്നവനും സത്യദൈവവും ഇസ്രായേലിന്റെ കർത്താവുമായ പ്രവേശിച്ച അടയ്ക്കപ്പെട്ട വാതിലെന്ന സഖിയൻ അവന്റെ ദീർഘദർശനത്തിൽ പിടിച്ചിരുന്ന ജഡീകരഥവും കന്യകയുമായവളെ ഞങ്ങൾ ഓർക്കുന്നു. മാലാഖമാരെല്ലാ ഗണങ്ങളെക്കാളും ഉയരത്തിലിരിക്കുന്ന അവളെ ഞങ്ങൾ പുകഴ്ത്തുകയും ശ്രേഷ്ഠതപ്പെടുത്തുകയും ചെയ്യുന്നു. അവൾ മാതാവായി തീരുകയും സൃഷ്ടാവിനെ അവൾ മുലപ്പാൽ കുടിപ്പിക്കുകയും ചെയ്തു. അവളുടെ ദീർഘദർശന പ്രകാരം ഞങ്ങൾ ഘോഷിക്കുന്നാൽ സ്ത്രീകളിൽ നിന്നേ നീക്കളഞ്ഞവളെ നിനക്ക് ഭാഗ്യം.
രാജ്യത്തിന് അവസാനമില്ലാതിരിക്കുന്ന രാജാതിരാജൻ വസിച്ച രഹസ്യങ്ങളുടെ കൊട്ടാരമേ, നിനക്ക് ഭാഗ്യം. നിന്റെ പുത്രന്റെ പാത രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരിൽ നിന്നും നിനക്ക് ഭാഗ്യം. നിന്നെ നിർദ്ദിച്ച പുത്രനെ സ്തോത്രഗീതങ്ങളാ ഞങ്ങൾ പുകഴ്ത്തുകയും എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിന്റെ പ്രാർത്ഥനകൾ പോലും ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികളാ ഞങ്ങളുടെ മരിച്ചുപോയവർ സ്വർഗീയ ആനന്ദങ്ങൾ ആശ്വസിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ നിർദ്ദിച്ചിട്ടുള്ള ഞങ്ങളുടെ കർത്താവേ മിശിഹായ്ക്കും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഒടുവിലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭാഗ്യവതി നിന്നോർമ്മയതിൻ ദിനമെത്ര മോചനമഭികാമ്യവുമല്ലോ നാനാദിശകളിലും പള്ളികളയാകണമൊന്നായി സ്തുതി പാടുന്നു. കരയും കടലും മോദമോടെ ഘോഷിച്ചിടുന്നു. നിദ്രയെ നീക്കിയുണർത്തുന്നവനാ സ്തോത്രം പാടാനി തിരുനാളിൽ എല്ലാ നാവുകളൊത്തിവരും യോഗ്യരാവട്ടെ. ചെടിയാലും ബന്ധിതമായ കവാടത്താനും ൂകിയ പോലെ വചനേശടമേൽക്കാനും നിന്നിൽ തിരുവുളമാൽ കറിയെ സുസ്ഥിരജീവനം സ്വയമാ കാട്ടിയ സുതനെ സ്തോത്രത്തെ പാടും ഗോസഭയും നിർമോലം വാദാമല്ലോലം ഉൽമീനാമിനഹാലേലുയ പാവനനാമം അറിയാമേ ഘോഷിതമെന്നും യശിഹാവാഴ്ത്തിയതിന്നോർമ്മ ശ്രേഷ്ഠം സകലർക്കും രാജന്മാണൊരു ശുദ്ധിയിടും നൽമന്ദിരമേ വചനേശ്വരുൾപേറിയതാം നവ്യാകാശം നീ കൽവിയനിൻ കൈകളിൽ നീ പേറി ജഗനനു നീ സന്യം നൽകിയതോ നിന്നിൽ ജന്മമെടുത്തോരാമകിലേശൻ ധന്യൻ. സ്തുതിയോടു രാജമകൾ നിന്മല ഭാഗ്യരാജമാമിനിയും ദൈവത്തിന്റെ ജീവനലോചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യക പറയാവുന്ന ശരീരപ്പെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ
ഇഹലോകവാസകാലത്തെ ഇപ്രകാരം സംഭവിച്ചു. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവിടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വാഴ്ത്തപ്പെട്ടവളായുൾക്കന്യേ, പ്രാർത്ഥന ചെയ്തിടണമേ. ആകന്യങ്ങളുടെ മേൽ കൃപ ചെയ്തിടാം. ലോക സൃഷ്ടിയറിൻ മേലിരുളിൻ വാഴ്ചയുമായി പവളാം പകൽ പോശോഭിഷീടും വദനാഭയം നദനം വാക്കുകൾ മോടിയും അളവിൽ ഒളിവിതറുന്നു. ലോക പാതയിൽ ദീപ്തി പൊഴിച്ചു. ആവരണം നീയത്തി സടിയാൻ പ്രാർത്ഥന ഈശൻ പക്കടക്കാരൻ സുരനം ദൈവവുമായോ. സവിധേ കേടുക പുത്ര, പീഡ സഹിച്ചൊരു ലോകേ, കൃപ ചെയ്തിടുകയെന്നും പ്രാർത്ഥിക്കേണം. ദൈവാ ജനേയം വലുമാസം നിന്നെ അകീശോ പ്രാർത്ഥനയാലെ ക്രോധത്തിന്റെ വടികളെ മായിക്കാം. ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ, ദൈവം നിന്നിൽ നിന്നു ശരീരം കൂടി ഇരയടിവഴിച്ചെല്ലാം വീണ്ടു മാർക്കുമോ. പരിശുദ്ധന്മാരുമടയ്ക്കും പ്രാർത്ഥനയാൽ ശുശ്രൂഷകളെ കൊണ്ടരുൾ ചെയ്യണം. ഉറിയോറാകെ വാലയിടുവാ
പോലെ
പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവും ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങളുടെ പിതാവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിലുള്ള സമത്വമുള്ളവൻ സർവസൃഷ്ടിക്കും ഹേതുവായും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധമായും ദൈവമാതാവായ ശരീരയായിത്തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയെക്കുറിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സാഗ്രഹാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി ജീവനെ മനുഷ്യരെ വലിയ മാത്രോടെ എന്റെ രാജ്യാവസാനമില്ലാതും ഏകർത്താവായ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിതത്തോടെ വന്ദിക്കപ്പെട്ട സ്നേഹിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും ജീവിതപരിശ്രമങ്ങളായ സ്നേഹികവും ഏകോപിതവുമായ സ്നേഹം വിശ്വസിക്കുന്നു. മാത്രമേ പുതിയ ശീലമായി ഞങ്ങൾ നോക്കി പാടുന്നു. സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻവലഭാഗി രാജഭാമിനിയും വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ മാതാവേ ദൈവമേ, നിനക്ക് സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമാകിയാൽ പുത്രനായ ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമാകിയാൽ പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവരും പരിപാലിക്കുന്നവരുമാകിയാൽ പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ കത്തോലിക്കാ
സഭയ്ക്ക് നീ സ്വയം വെളിപ്പെടുത്തിയതിനാലും അതിന്റെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാലും ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ നിന്റെ വിശുദ്ധരുടെ ഉത്തമമാനങ്ങൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി നിന്നെ അറിയുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്കതായ കൃപ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ ഇന്നേ ദിവസം തൃക്കയിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരികൾ, ചാർച്ചക്കാർ, ഗുരുക്കന്മാർ, സ്നേഹിതർ, ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടുള്ളവർ എന്നിവരെല്ലാം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും ഭരണാധികാരികളെയും സർവ്വജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സകല ജനങ്ങളെയും നിന്റെ സത്യത്തിലേക്കും രക്ഷയിലേക്കും ആകർഷിക്കണമേ. ഞങ്ങളുടെ കത്തോലിക്ക സഹോദരങ്ങളെയും അനുസരണത്തിലേക്കും തിരുസഭയുടെ ഐക്യത്തിലേക്കും തിരിച്ചു വരുത്തണമേ. ലോകമാകെയുള്ള നിന്റെ തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ തലവനായ പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസിലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവായും ഞങ്ങളുടെ ഇടയിലും മേൽപ്പെട്ടക്കാരനുമായ ആബൂമോർ പക്കോമിയോസ് മെത്രാപോലീത്തായും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭദ്രാസനങ്ങളെയും ഇടവകകളെയും മിഷനുകളെയും വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സന്യാസികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും ക്ലേശിതരെയും പരദേശവാസികളെയും അനാഥരെയും ഭവനരഹിതരെയും തൊഴിൽരഹിതരെയും പ്രത്യേകമായും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആദരാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെടുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സകല ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ദൈവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ. ഞങ്ങളുടെ ശിഷ്ടായുസ്മയും ഞങ്ങളെ തന്നെയും തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹവും പുത്രനായ ദൈവമേ, നിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ സംസർഗവും ആവാസവും ഇന്നും എന്നും ഞങ്ങൾക്കുണ്ടാകണമേ. ദൈവമാതാവിന്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ദൈവമാതാവേ, ദൈവമാതാവ്, ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കാവന്മാരാകുമാരെ ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്റെ ആത്മാവേ കർത്താവേ സ്തുതിക്കുക. ദൈവത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നല്ലൊരു ദിവസം നൽകിയതിനോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഉണ്ടായിരിക്കാം. ഇന്ന് നമുക്ക് വചനസന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട മാത്യു നെയ്യാട്ടിൽ അച്ഛനാണ്. അച്ഛൻ പത്തനംതിട്ട രൂപത അംഗമാണ്. അച്ഛൻ ഇവിടെ ഇപ്പോൾ ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒത്തിരി ബിസി ഷെഡ്യൂളിൽ നിന്നാണ് അച്ഛൻ നമുക്ക് വേണ്ടി സമയം മാറ്റി ഇവിടെ വന്നിരിക്കുന്നത്. അച്ഛൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം കാര്യങ്ങളുണ്ട് പറയും. കാരണം അച്ഛൻ കുറെ വർഷങ്ങൾ ഇടവകയിൽ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. സ്കൂളിലും കുറെ നാള് അച്ഛൻ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. അച്ഛൻ GCC പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. സിഡൽ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ മിഷന്റെ കീഴിൽ വരുന്ന മിഷണറി ഡിസൈപ്പിൾസ്, യൂത്ത്, ടീൻ ആൻഡ് കിഡ്സ് എന്നിങ്ങനെ കുഞ്ഞുങ്ങളിടയ്ക്കുള്ള ഇവാഞ്ചലൈസേഷന്റെ ചുമതല അച്ഛൻ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മളോട് ഇതിനായിരിക്കുക. അപ്പോൾ അച്ഛനെ ഈ വചന സന്ദേശത്തിനായിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ തുടർന്നുള്ള ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവം പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, സഹായം ഉപേക്ഷിച്ച് ഒരിക്കലും ഉപേക്ഷിച്ചതായ നോക്കണമേ. കനികളെ അന്യ ദൈവമുള്ള മാതാവേ, വിശ്വാസത്തെ പ്രാപിച്ച് നിർഭാഗ്യങ്ങൾ അവർ
വിളിച്ചു നൽകുന്നതായി എൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി 8 നോമ്പിലൂടെ നാം ഒരുങ്ങുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാം നിരന്തരമായി വിചിന്തനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ നാം യാചിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം നാം അനുകരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. ഇന്ന് 2 വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാമെന്ന് കരുതുകയാണ്. പുതുമയുള്ള കാര്യമൊന്നും ആവണമെന്നില്ല. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. ഒന്നാമതായി പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥ ശക്തി എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതിനുശേഷം നാം വിചിന്തനം ചെയ്യുക, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് സ്വന്തമാക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെ കുറിച്ച് ഏറെ ബോധ്യമുള്ളവരാണ് നാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും തന്നെ ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ 8 ദിവസങ്ങളിലും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ മഴയോ വെയിലോ ഒക്കെ പരിഗണിക്കാതെ തിരക്കുള്ള ജീവിത സാഹചര്യങ്ങളെ വകവയ്ക്കാതെ നാം ഓടി വന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത്, നോമ്പ് അനുഷ്ഠിക്കുന്നത് തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ജീവിതത്തില് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അനേകരുടെ ജീവിതത്തിലെ 1000 അനുഭവ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുമായി ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. 8 നോമ്പിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കേറെ പരിചിതമായി, നാളുകളിൽ നമുക്കേറെ പരിചിതമായ ഒരു സംഭവമാണ് നമ്മൾ 8 നോമ്പ് എങ്ങനെയാണ് കേരളത്തിൽ അത് ഉടലെടുത്തത് എന്ന് നമ്മൾ ടിപ്പു സുൽത്താന്റെ പടയോട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ 18ാം നൂറ്റാണ്ടിൽ മാത്രം കേരളത്തിൽ ഇത്രമാത്രം ശക്തമായി ഇന്ന് ഇതുവരെയും തുടർന്നു വരുന്ന ഈ 8 നോമ്പിന്റെ ആ ഒരു പാരമ്പര്യം, അതിനു മുമ്പ് 7ാം നൂറ്റാണ്ടില് ഇറാഖിലെ അറേബ്യ ക്രൈസ്തവരുടെ ഇടയിലാണ് ഈ 8 നോമ്പ് ആചരണം ആദ്യമായി തുടങ്ങിയതെന്നാണ് പറയുക. ആ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ഇറാഖിലെ ഹീര എന്ന് പറയുന്ന പട്ടണമുണ്ട്. അത് ഒരു ക്രൈസ്തവ നഗരമായിരുന്നു എന്ന് നമുക്ക് ചരിത്ര താളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റ് സാവകാശം ഈ കാലിഫേറ്റിന്റെ ഒരു ഭരണത്തിനുള്ളിൽ വരുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് ബാഗ്ദാദിലെ ഖലീഫയായിരുന്ന ആള് അദ്ദേഹം ഈ ക്രൈസ്തവ നഗരത്തെ കുറിച്ച് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഹീര എന്ന് പറയുന്ന ഈ ക്രൈസ്തവ നഗരത്തിലെ സ്ത്രീകൾ വളരെയേറെ സൗന്ദര്യമുള്ളവരായി. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഗവർണറെ ഈ നഗരത്തിലേക്ക് അയക്കുന്നുണ്ട്. ഈ നഗരം പിടിച്ചടക്കി ഇവിടുത്തെ ആളുകളെ കൊന്നുകളഞ്ഞ് അവിടെയുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ട് ബാഗ്ദാദിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രകാരം ഈ ഖലീഫയുടെ ഗവർണർ ഈ ഹീര നഗരത്തിലേക്ക് വരുന്നു. അത് തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ നഗരത്തിന് പുറത്ത് പാളയമടിച്ചു. ഈ സംഭവം ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞ ഈ നഗരത്തിലെ സ്ത്രീകൾ അവിടെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ തടിച്ചു കൂടുകയും അവിടെയുള്ള പുരോഹിതനോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ ദൈവികമായ ഒരു പ്രേരണയാൽ ആ സ്ഥലത്തെ വൈദികൻ ഈ സ്ത്രീകളോട് പറയും, അടുത്തൊരു 3 ദിവസം കഠിനമായ നോമ്പിലൂടെ നിങ്ങൾ കടന്നു പോകുക, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ 3 ദിവസങ്ങൾ പിന്നിട്ട് 3ാം ദിവസത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് ഈ വൈദികന് ഒരു ബോധ്യം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈ ഖലീഫ മരിച്ചു കഴിഞ്ഞു, നിങ്ങൾ അപകടത്തിൽ നിന്ന് വിമുക്തരാകും എന്ന്. അത് സത്യമായിരുന്നു. ഈ ഖലീഫ മരിച്ചു എന്ന വാർത്ത ഈ ഗവർണറത്തേക്ക് വരികയും ഈ സൈന്യം തിരികെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രതിനിധിയായിട്ട് പിന്നീടുള്ള നാളുകളിൽ ഈ ഹീര നഗരത്തിലെ സ്ത്രീകൾ 8 ദിവസം പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു രീതി ആരംഭിച്ചു. അങ്ങനെയാണ് അവരിടയിൽ ഈ 8 നോമ്പിന്റെ 8 ദിവസം പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥമുള്ള 8 നോമ്പിന്റെ ഒരു പാരമ്പര്യം ഉടലെടുക്കുന്നത്.
പിന്നീട് നമുക്കറിയാം, പിന്നീട് പോയ നൂറ്റാണ്ടുകളിൽ സാവകാശം മിഡിൽ ഈസ്റ്റ് മുഴുവൻ, ഇറാഖും ഈ നഗരങ്ങളെല്ലാം സാവകാശം ഈ കാലിഫേറ്റിന്റെ സൈന്യത്തിന്റെ പിടിയിലേക്ക് ആയി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അറേബ്യൻ ക്രൈസ്തവര് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിപ്പറക്കുവാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലും അങ്ങനെയുള്ള ഒരു സമൂഹം വന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിലാണ് അങ്ങനെ അവരിവിടെ ഈ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന സമയത്ത്, എന്നാൽ ഒരു നീണ്ട അനേക നൂറ്റാണ്ടുകൾ മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ ഒരു 8 നോമ്പിന്റേതായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താനത്തിന്റെ ആ ഒരു പടയോട്ടം ഉണ്ടാവുകയും കേരളത്തിന്റെ ഒരു നല്ലൊരു ഭാഗവും ആക്രമിച്ച് കീഴടക്കി ഒരു തിരുവിതാംകൂറിലേക്ക് ആ സൈന്യം വരുന്ന സമയത്ത്, പെരിയാറിനപ്പുറത്ത് പാളയമടിച്ചു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കേരളത്തിലെ ക്രൈസ്തവ, പ്രത്യേകിച്ച് സ്ത്രീകൾ, തങ്ങളുടെ തന്നെയും തങ്ങളുടെ മക്കളുടെയും ഒക്കെ വിശുദ്ധിക്ക് വേണ്ടി, തങ്ങളുടെ അവമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, തങ്ങളുടെ പുരുഷന്മാർ കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് 8 നോമ്പ് ആചരിക്കുകയും പിന്നീട് അപ്രകാരം പെരിയാറിന് ജലനിരപ്പ് ഉയരുകയും അതോടൊപ്പം തന്നെ കടുത്ത മഴ പെയ്യുകയും ജലനിരപ്പ് ഉയരുകയൊക്കെ ചെയ്ത് ഈ ടിപ്പു സുൽത്താൻ തിരികെ വരാൻ സാധിക്കാതിരിക്കുകയും തന്റെ രാജ്യം ബ്രിട്ടീഷുകാർ ആക്രമിച്ചു എന്ന് മനസ്സിലാക്കി അവിടേക്ക് തിരികെ പോവുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രം നമുക്കറിയാം. അതിനുശേഷമാണ് കേരളത്തിൽ 8 നോമ്പിന്റെ ചരിത്രം ഉണ്ടാവുക. ഇതിന് സമാനമായ അനേക സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും നിരന്തരമായി പറയുന്ന മാധ്യസ്ഥ അപേക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയെ. കേട്ടിട്ടുണ്ട് അല്ലെ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മാധ്യസ്ഥ അപേക്ഷയാണ്. എല്ലാ പരിശുദ്ധ ബലി കഴിഞ്ഞ ദേവാലയത്തിൽ അവസാനത്തെ പ്രാർത്ഥന കൊടുക്കുക, ഇത് നമ്മൾ പറയുമല്ലോ, ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് അതോടൊപ്പം മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയൊക്കെ അവസാനിപ്പിക്കുക. അതിന് ആധികാരികമായി നിൽക്കുന്നതും ഇപ്രകാരമുള്ള ഒരു സംഭവം തന്നെയാണ്. 1571 ലഫൻഡോ യുദ്ധം എന്ന് പറയും. ആ യുദ്ധത്തെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇപ്രകാരം ഒട്ടോമൻ സൈന്യം യൂറോപ്പ് കീഴടക്കുവാൻ വരുന്ന സമയത്ത് ശക്തമായ ഈ യൂറോപ്പ് മുഴുവൻ തകർക്കുവാൻ വേണ്ടി കീഴടക്കുവാൻ വന്ന ഒരു സൈന്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. അപ്രകാരം ഓട്ടോമൻ സൈന്യം അത്ഭുതകരമായി സ്വർഗീയ ഇടപെടൽ വഴിയായി പരാജയപ്പെടുകയും യൂറോപ്പ്, അന്നത്തെ ക്രിസ്ത്യൻ യൂറോപ്പ് രക്ഷപ്പെടുകയും ചെയ്തു. അതേ തുടർന്നാണ് സഭയിൽ ഈ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മയെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇന്റർസെഷൻ രീതി കൊണ്ടുവരുന്നത്. അതേ തുടർന്ന് തന്നെയാണ് സഭയില് അവർ ലേഡി ഓഫ് വിക്ടറി എന്ന് പറയുന്ന ഒരു ഫീസ്റ്റ് സഭയിൽ ആരംഭിച്ചു. എന്താ അറിയോ? ഒക്ടോബർ 7. പിന്നീട് ഗ്രിഗറി 8-ാമൻ മാർപ്പാപ്പ, പിന്നീട് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായിരുന്നു പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ. അദ്ദേഹം ഈ ഒരു ഫീസ്റ്റിനെ ഫീസ്റ്റ് ഓഫ് ഹോളി റോസറി എന്ന് പുനർനാമകരണം ചെയ്യുന്നു. കാരണം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഇപ്രകാരം വലിയൊരു അപകടത്തിൽ നിന്ന് അവർ മാറിപ്പോയത് എന്നാണ് ചരിത്രം പറയുക. ഈ സെപ്റ്റംബർ മാസം തന്നെ സെപ്റ്റംബർ 12-ാം തീയതി ഇപ്രകാരമുള്ള മറ്റൊരു ഫീസ്റ്റ് ഉണ്ട്. അത് ഞാൻ വളരെ അടുത്ത കാലഘട്ടത്താണ് മനസ്സിലാക്കിയത്. കാരണം സെപ്റ്റംബർ 12 പരിശുദ്ധ അമ്മയുടെ നാമത്തിന്റെ തിരുനാൾ എന്ന് പറയുന്ന ഒരു തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ഹോളി നെയിം ഓഫ് മേരി. ഇതും സമാനമായ ഒരു അവസ്ഥ, ഒരു യുദ്ധവിജയത്തിന്റെ കഥ അതിന് പിന്നിലുണ്ട്. 1683 അന്നും വീണ്ടും ഈ ഓട്ടോമൻ സൈന്യം യൂറോപ്പ് കീഴടക്കാൻ വരികയും വിയന്നയിൽ വെച്ച് യുദ്ധത്തില് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യൂറോപ്പ് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അതേ തുടർന്നാണ് ഈ സഭയില് ഫീസ്റ്റ് ഓഫ് ഹോളി നെയിം ഓഫ് മേരി എന്ന് പറയുന്ന ഒരു ഫീസ്റ്റ് വരുന്നത്. പിന്നെ 2-ാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം ലത്തീൻ സഭ ഈ ഫീസ്റ്റുകൾ പുനരാമകരണം ചെയ്ത സമയത്ത്, റിയോട്ട് ചെയ്ത സമയത്ത് അത് എടുത്തു മാറ്റിയെങ്കിലും പിന്നീട് വിശുദ്ധ ജോൺ പോൾ 8-ാമൻ മാർപ്പാപ്പ 2000 സഭയിൽ വീണ്ടും ഈ ഒരു തിരുനാൾ കൊണ്ടുവന്നു. അതിന് കാരണമായി ജോൺ പോൾ 8-ാമൻ മാർപ്പാപ്പ പറഞ്ഞത്, പൈശാചിക ശക്തികളുടെ മീതെ വിജയം പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് നമുക്ക് ഏറെ സഹായമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫീസ്റ്റ്, ഈ തിരുനാൾ സഭയിൽ വിശുദ്ധ ജോൺ പോൾ 8-ാമൻ മാർപ്പാപ്പ തിരികെ കൊണ്ടുവരിക. സെപ്റ്റംബർ 28, ഈ സെപ്റ്റംബർ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ നിരവധി തിരുനാളുകളുടെ ഒരു മാസമാണ്. സെപ്റ്റംബർ 28 എനിക്ക് ഏറെ പ്രിയങ്കരമായ പരിശുദ്ധ അമ്മയുടെ ഒരു ഫീസ്റ്റ് ഉണ്ട്.
ആ പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ഒത്തിരി പേരുകൾ കേൾക്കാറുണ്ട്. ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അധികം ഒരുപക്ഷെ പോപ്പുലർ ആകാത്ത ഒരു പേരാണ് കുരുക്കുകൾ ഇരിക്കുന്ന മാതാവ്. കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരെ കേട്ടിട്ടുണ്ടോ? അല്ലെ, അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ശക്തമായ ഒരു ഭക്തിയാണ് കുരുക്കുകൾ ഇരിക്കുന്ന മാതാവിന്റെ ഭക്തി. ഞാനിതൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കേൾക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് വളരെ വേടായിട്ട് തോന്നി. ഇതെന്താണ് ഈ പരിശുദ്ധ കുരുക്കുകൾ ഇരിക്കുന്ന മാതാവ് എന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അതിന്റെ ഒരു ചരിത്രം അന്വേഷിച്ചു പോയി. എനിക്കിത് ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കിട്ടിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 2015 മുതൽ 19 വരെ ഞാൻ നാട്ടില് ഒരു പള്ളിയിൽ വികാരിയായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ പള്ളിയിലെ പള്ളി പണി ദേവാലയ നിർമ്മാണം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഒരു 10 വർഷത്തോളമായി ആ പള്ളി നിർമ്മിക്കാനായിട്ട് പല രീതിയിൽ പള്ളിക്കാർ ശ്രമിച്ചു. പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു. അവർ എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട്. അവർ പണം കൂട്ടി വെക്കുന്നുണ്ട്. ഒരു 4-5 ഡിസൈൻസ് അവർ വരച്ചു. പല ആർക്കിടെക്ട്സ് മാറി വന്നിട്ട് പോയി, അച്ഛന്മാര് മാറി വന്നു പോയി. ഈ പണി അങ്ങോട്ട് നടക്കുന്നില്ല. അടൂരിനടുത്തുള്ള പറന്തൽ എന്ന് പറയുന്ന പള്ളിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് അഭിമതരായ ക്രിസോസ്റ്റം പിതാവ് ഈ പള്ളിയിൽ വികാരിച്ചനായിട്ട് എന്നെ നിയമിക്കുന്നത്. ഇത് ഞാൻ താരതമ്യേന ആ സമയത്ത് കുറച്ചും കൂടെ ചെറുപ്പമായ സമയമാണ്. അതിന് മുമ്പ് ഇരുന്ന വികാരിച്ചമാരെല്ലാം വളരെ ചെറുപ്പമാണ്. പള്ളിയിൽ പണിഞ്ഞ ഒരു അനുഭവ പരിചയമൊന്നുമില്ല. എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഏറെക്കുറെ 1 വർഷത്തോളം ഞാൻ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ട് ഈ പള്ളിപ്പണി അങ്ങോട്ട് നീങ്ങുന്നില്ല. അപ്പൊ തുടങ്ങാനായിട്ട് പറ്റുന്നില്ല. ഓരോ സമയത്ത് ദൈവം ഓരോ രീതിയിലുള്ള ഒരു പ്രാർത്ഥനകൾ എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അതൊരു സമയത്ത് ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാകാം, ചിലപ്പോൾ ദിവ്യകാരുണ്യ പ്രദക്ഷിണമാകാം. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും, ഞാനത് ചെയ്യും. അപ്പോൾ അല്പം ഒന്ന് മുന്നോട്ട് നീങ്ങും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഒന്ന് ഉളക്കാമെന്ന് തോന്നുമ്പോഴത്തേക്ക് അടുത്ത ഒരു ചിന്ത വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കർത്താവിന് പറയണത് വരും. അപ്പൊ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾ ഇടവകം മുഴുവനായിട്ട് ചെയ്തു. അപ്പൊ കർത്താവ് മുന്നോട്ട് കൊണ്ടു. അങ്ങനെ ഒരു 1-2 വർഷം ഇങ്ങനെ പള്ളിപ്പണിയൊക്കെ മുന്നോട്ട് പോയി. അത്യാവശ്യം അതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ ഉയർന്നൊരു സമയത്ത് വീണ്ടും അപ്പോഴത്തേക്ക് ഒരു ശക്തമായ തടസ്സം, അത് മുന്നോട്ട് നീങ്ങാത്ത ഒരു അവസ്ഥ. ആ ഒരു സമയത്താണ് ഈ കുരുക്കളിരിക്കുന്ന മാതാവിന്റെ പിക്ചർ എനിക്ക് ലഭിക്കുന്നത്, പ്രാർത്ഥന ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ചരിത്രം അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലാക്കിയതാണ്, ഈ ജർമ്മനിയിലാണ് ഇപ്രകാരം ഈ ഒരു പ്രാർത്ഥന പ്രചാരത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് 17-ാം നൂറ്റാണ്ടില് അവിടെയുള്ള 18-ാം നൂറ്റാണ്ടിലാണ് അവിടെയുള്ള ഒരു കുടുംബം, അതായത് വോൾഫ്ഗ്യാങ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സോഫി, അവരുടെ വിവാഹ ജീവിതം ഒരു മുന്നോട്ട് പോകാനാവാത്ത ഒരവസ്ഥ. ഇവരെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, പരസ്പരം പറഞ്ഞ് ക്രമീകരിക്കാൻ നോക്കി. ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ഇത് സെപ്പറേഷനിലേക്ക് പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരു ജസ്യൂട്ട് വൈദികൻ, അദ്ദേഹത്തിന്റെ പേര് ജാക്കോബ് എന്നാണ്. ഈ അദ്ദേഹത്തിന്റെ എന്ന് പറയും, ഞങ്ങളുടെ കുടുംബജീവൻ തകർച്ചയുടെ വക്കിലാണ്, ഞങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അച്ഛൻ തന്റെ പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ ഒരു പിക്ചറിന്റെ മുന്നിൽ ചെന്നിട്ട് ഈ വിവാഹത്തിന്റെ വെഡിങ് റിബൺ, ആ റിബണിൽ ഏതാനും കെട്ടുകൾ ഇട്ടിട്ട് ആ റിബണ് ഈ അമ്മയുടെ പിക്ചറിന് മുന്നിൽ വെച്ച് ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു അത്ഭുതം നടന്നത്, ഈ റിബണിലെ കെട്ടുകളെല്ലാം അഴിഞ്ഞു കാണപ്പെട്ടു എന്നാണ് പറയുക. അതേ തുടർന്ന് ഈ ദമ്പതികളുടെ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകൾ, അവർ നാളുകളായി ശ്രമിച്ചു, പലരും പരിശ്രമിച്ചു നോക്കി, പലരും ഉപദേശിച്ചു നോക്കി, മുന്നോട്ട് പോകില്ല എന്ന് കരുതി അവർ കുടുംബജീവിതത്തിലെ ആ ഒരു പ്രതിസന്ധി അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന മാധ്യസ്ഥം അവരെ സഹായിച്ചു എന്നുള്ളതാണ്. അതേ തുടർന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നീട് ഇവരുടെ കൊച്ചുമകൻ, ചെറുമകൻ ഈ പരിശുദ്ധ അമ്മയുടെ ഒരു പിക്ചർ അത് വരപ്പിച്ച് ഈ പള്ളിയിൽ സമർപ്പിക്കുന്നു. അതിന് ഈ ഒരു പിക്ചർ വരയ്ക്കാൻ ആധാരമായി നിന്നത് വിശുദ്ധ ഐറേനിയസിന്റെ ഒരു ചിന്തയാണ്, ഒരു തോട്ടാണ്. അത് ഇങ്ങനെയാണ് വിശുദ്ധ ഐറേനിയസ് പറയുക, what the Virgin Eve had bound through unbelief, the Virgin Mary set free through faith എന്ന് പറയുക. അവിശ്വാസത്താൽ
ഹൗവ ബന്ധിച്ചതിനെ വിശ്വാസത്താൽ കന്യക മറിയം വിടുവിച്ചു എന്ന് പറയുകയും അത് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ഐറേനിയസ് പരിശുദ്ധ അമ്മയെ രണ്ടാം ഹൗവ എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു ദൈവശാസ്ത്രം വെച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കയ്യിൽ ഒരു ഏറെ കുരുക്കുകൾ നിറഞ്ഞ ഒരു റിബൺ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു പിക്ചർ നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ പിക്ചർ അത് പിന്നീട് ജർമ്മനിയിൽ മുഴുവൻ ആ ഭക്തി പ്രചാരത്തിലാവുകയും പിന്നീട് നാളുകൾക്ക് ശേഷം പിന്നീട് അടുത്തൊരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് ജർമ്മനിയിലേക്ക് വന്ന ബെർഗോളിയോ എന്ന് പറയുന്ന വൈദികൻ അദ്ദേഹം ഈ പിക്ചർ അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടു അതിന്റെ ഫോട്ടോ എടുത്തു തിരികെ പോയി. പിന്നീട് അദ്ദേഹം ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പായി മാറിയപ്പോൾ തന്റെ ഡയസിസിൽ മുഴുവൻ ഈ പ്രാർത്ഥന ഈ ഒരു ഭക്തി പ്രചരിപ്പിച്ചു. അദ്ദേഹം പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയായപ്പോൾ ഈ ഒരു പ്രാർത്ഥന ലോകം മുഴുവൻ വ്യാപിച്ചു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലും ഈ പ്രാർത്ഥന വന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ചരിത്രം. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന ചൊല്ലി ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായി തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേകിച്ച് കുരുക്കളിരിക്കുന്ന മാതാവിന്റെ നൊവേന പ്രാർത്ഥന അദ്ദേഹം പള്ളിയിൽ ചൊല്ലി തുടർച്ചയായി ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ഞങ്ങളായിരുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെ കുറിച്ചാണ് നാം ഈ ആദ്യ ഭാഗത്ത് ഇതുവരെയും കേട്ടത്. അടുത്തത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഭാഗം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു മാതൃകയായി സ്വീകരിക്കാനുള്ളത് എന്നുള്ളതാണ്. അത് അനേക മണിക്കൂറുകൾ പറഞ്ഞാൽ അത്രയധികം ഉണ്ട് എന്ന് അറിയാം. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ആ ഒരു ജീവിതത്തെ ഒരു പ്രത്യേക ആംഗിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ പുതിയ നിയമത്തിലെ പുതിയ നിയമ ജനതയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ വിളിക്കുക ആത്മാവിലുള്ള ജീവിതം എന്നാണ്. എന്താണ് ആത്മാവിലുള്ള ജീവിതം എന്നാണ് നമ്മൾ പറയുക. എന്ന് പറയുമ്പോൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു പുതിയ നിയമ നീതിയുടെ ജീവിതമാണ്. ലൈഫ് ഓഫ് ന്യൂ റൈച്ചസ്നെസ് എന്ന് പറയും. അത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 20-ാം തിരുവചനം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കുക. അവിടെ കർത്താവ് മലയിലെ പ്രസംഗ സമയത്ത് ജനത്തോട് പറയും, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ പറയും. നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും. ഇത് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം. എന്താണ്? നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരു പുതിയ നീതിയുടെ ജീവിതം, ഒരു പുതിയ റൈച്ചസ്നെസിന്റെ ജീവിതം നമ്മൾ നയിക്കണമെന്ന് പറയും. അതിന് പുതിയ നിയമ നീതി എന്നോ പുതിയ നിയമ ക്രിസ്തീയ ജീവിത ശൈലി എന്നോ ഒക്കെ പറയും. അപ്പൊ ഈ ഒരു ജീവിത ശൈലിയെ കുറിച്ച് ഏറെ പറയാനുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ നാം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പറയാമെന്നാണ് കരുതുക. പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചത് ഈ ഒരു പുതിയ നിയമ നീതി, പുതിയ നിയമ റൈച്ചസ്നെസ് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കണം, സ്വന്തമാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമ നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ഈ പഴയ നിയമ നീതി എന്താണെന്ന് അറിയാം. പഴയ നിയമ റൈച്ചസ്നെസ്, ഓൾഡ് ടെസ്റ്റമെന്റ് റൈച്ചസ്നെസ് എന്താണ്? നമ്മൾ പറയുമല്ലോ, പഴയ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ എലിസബത്ത് സക്കറിയ അവർ നീതിമാന്മാരായി അല്ലെ, അവര് ലൈഫ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറയുക. ശമയോനെ കുറിച്ച് പറയുമ്പോൾ പറയും അവൻ നീതിമാനായി. അരിമത്തേക്കാരൻ ജോസഫ് അവൻ നീതിമാനായി. നീതിമാൻ എന്ന കൺസെപ്റ്റ് പഴയ നിയമത്തിൽ ഉടനീളമുണ്ട്. നീതിമാനായ ജോസഫിനെ കുറിച്ച് ജോബിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഒരാളെ നീതിമാന് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ്? കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുന്നവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുക. പുതിയ നിയമ നീതി അതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണെന്ന് പറയും, പക്ഷെ മറ്റൊരു തരത്തിലാണ്. പഴയ നിയമത്തിന് ഈ നിയമങ്ങൾ പാലിക്കുമ്പോൾ അവിടെ ഒരു ഇമ്പോസിങ്, അത് കൽപ്പന കൊടുത്തു അത് പാലിക്കുക. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറയുക. കർത്താവ് പറയുക, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14-ാം അധ്യായം 23-ാം തിരുവചനം പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. കർത്താവിന്റെ കൽപ്പന നമ്മൾ പാലിക്കുക എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഫസ്റ്റ് പ്രിമിസ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവികമായ കൽപ്പനകൾ പാലിക്കുന്നത് കൽപ്പനകൾ പാലിക്കാനുള്ള ഒരു നിബന്ധന കൊണ്ടല്ല, മറിച്ച് സിൻസ് ഐ ലവ് ജീസസ് ഐ ഒബേ
what he said, he commanded എന്നുള്ളതാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:37 ഇങ്ങനെയാണ് പറയുക, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ അവനും എനിക്ക് യോഗ്യനല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ നിയമ ജനതയുടെ പുതിയ നിയമ നീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ആ ചമ്പോട് ചേർത്ത് പിടിക്കുക, കർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഈ യേശുവിനെ സ്നേഹിക്കുവാൻ വേണ്ടി നമുക്ക് മാതൃകയാക്കാൻ സാധിക്കുക ഏറ്റവും നല്ല മാതൃക ആരായിരിക്കും? പരിശുദ്ധ അമ്മ തന്നെയാണ്. കാരണം പരിശുദ്ധ അമ്മയോളം ഈശോയെ സ്നേഹിച്ച മറ്റാരാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാവുക? എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് ജീസസ് യൂത്തിനെ കുറിച്ച് ജോൺ പറഞ്ഞു. ഞാൻ ഈ സെമിനാരിയിൽ നിന്ന് ഇറങ്ങി അച്ഛനായിട്ട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ജീസസ് യൂത്ത് മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. സത്യം ജീസസ് യൂത്ത് മൂവ്മെന്റ് എന്നെ ആകർഷിച്ച പല ഘടകങ്ങളിലൊന്ന് ആ കുഞ്ഞുങ്ങൾ പലരും അവർ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു നിഷ്കളങ്കതയാണ് എന്നെ കൂടുതൽ എന്നെ അതിലേക്ക് ആകർഷിച്ചത്. കാരണം നമ്മളൊക്കെ ഈ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ദൈവമേ എന്നൊക്കെ വിളിച്ചാണ് പ്രാർത്ഥിക്കുക. പക്ഷെ ഞാനവിടെ ഈ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവർ പ്രാർത്ഥിക്കുമ്പോൾ അധികവും പ്രാർത്ഥിക്കുന്നത് അപ്പാ 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ മാധുര്യം, അവരുടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീർ, ഇതാണ് സത്യത്തെ തന്നെ ഈ ഒരു മൂവ്മെന്റിലേക്ക് ആകർഷിച്ചത്. സത്യം പറയാമല്ലോ, ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നെക്കാളും ചെറുപ്പമായ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രിയോ PG ഒക്കെ ചെയ്യുന്ന യൗവനം നിറഞ്ഞെടുക്കുന്ന ഈ കുഞ്ഞുങ്ങള് അപ്പാന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാമല്ലോ ഞാൻ ശരിക്കും കൊതിച്ചു പോയി. എനിക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കൊള്ളാമായിരുന്നു. എനിക്ക് അപ്പാന്ന് വിളിക്കാൻ എന്തോ ഒരു മടി. നമുക്ക് പിതാവെ എന്ന് വിളിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ അപ്പ എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു സ്നേഹത്തിന്റെ വായ്പ നിറഞ്ഞു വെക്കണം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് അപ്പാന്ന് വിളിച്ചത് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ പരിശുദ്ധ പക്ഷെ ആ സ്നേഹത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത്. അപ്പൊ ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഭക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിക്കുവാൻ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ? ഉറപ്പായിട്ടും അല്ലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. പുതിയ നിയമ ജനത ഈശോയെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ ഈശോയെ ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ പറയണം, അമ്മേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോയെ ഒന്ന് ചങ്ക് പൊട്ടി ഒന്ന് സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പറയാൻ സാധിക്കണം. ഒന്നാമതായി ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പുതിയ നിയമ ജനത നിലയിൽ നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു മാതൃക ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന ഒരു ബന്ധം സ്വന്തമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്ന പുതിയ നിയമ നീതിയുടെ ഒരു രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ യേശുവിന്റെ മലയിലെ പ്രസംഗത്തിന്റെ ഭാഗം തന്നെയാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെ പറയുന്ന വചനഭാഗത്ത് പറയും, നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം പോവുക എന്ന് പറയുമ്പോൾ ഇരട്ടി ദൂരം യാത്ര ചെയ്യുന്ന, നമ്മൾ ആവശ്യപ്പെടുന്നതിന്റെ ഇരട്ടി ദൂരം കൊടുക്കുന്ന, ഇരട്ടി പങ്ക് കൊടുക്കുന്ന ഒരു ജീവിതമാണ് പുതിയ നിയമത്തിന്റെ ഒരു ജീവിതം. പരിശുദ്ധ അമ്മ എങ്ങനെയായിരിക്കും അത് നയിച്ചത് എന്നുള്ള വളരെ വളരെ വ്യക്തമാണ്, വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ 2 സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന്, അനൻസിയേഷൻ, മംഗളവാർത്ത കഴിഞ്ഞ് വന്ധ്യയായ എലിസബത്ത് ഗർഭവതിയാന്ന് അറിഞ്ഞിട്ട് പോകാൻ ഒരു നിർബന്ധം ഇല്ലാതിരുന്നിട്ടും ഈ പരിശുദ്ധ അമ്മ എന്നാൽ 200 മൈലിലധികം സഞ്ചരിച്ച് എലിസബത്തിനെ കണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയുണ്ട്. അത് 2 മൈൽ ദൂരത്തിന്റെ യാത്രയും ആരും നിർബന്ധിച്ചിട്ടില്ല, സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടുള്ള ഒരു യാത്രയാണ്. കാനായിലെ കല്യാണ നാളിൽ വീതി തീർന്നു പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ലോ, മറിച്ച് അത് കണ്ടറിഞ്ഞ് ഒരു ഇരട്ടി ദൂരം യാത്ര ചെയ്യുകയാണ്. തനിക്ക് യാതൊരു ഒബ്ലിഗേഷനും ഇല്ലാതിരിക്കെ ആ ഒരു സിറ്റുവേഷനിൽ, ആ പ്രതിസന്ധിയിൽ ഇടപെടാൻ വേണ്ടി പരിശുദ്ധ അമ്മ തയ്യാറാവുകയാണ്.
അപ്പൊ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു മനോഭാവമാണ് ഒരു പുതിയ നിയമ ജനത എന്ന നിലയിൽ നാം മാതൃകയാക്കേണ്ട മറ്റൊരു കാര്യം. നമുക്ക് കടമയുള്ളത് കൊണ്ടല്ല, ആരും ആവശ്യപ്പെട്ടത് കൊണ്ടല്ല. ഇനി ആവശ്യപ്പെട്ടാൽ തന്നെ ആവശ്യപ്പെട്ടത് ഇരട്ടി പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു പുതിയ നിയമ ജീവിത ശൈലി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നാം സ്വന്തമാക്കണമെന്നുള്ളതാണ്. മൂന്നാമതായി ഒരു ആത്മീയമായ മൗനത്തിന്റെ ജീവിതം പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. 12-ാം വയസ്സിൽ ഈശോ ദേവാലയത്തിൽ വെച്ച് കാണാതായ ശേഷം തിരികെ വന്നതിന് ശേഷം ഈശോ ഈ മാതാപിതാക്കൾ ഹൃദയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുന്ന സമയത്ത് ലൂക്കാ സുവിശേഷം ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവന്റെ അമ്മയാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അനാവശ്യമായി സംസാരിക്കുന്നതൊന്നും കാണുന്നില്ല. ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഈശോയോടാണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട വലിയദാസ് വൈഎസ്എച്ച് അദ്ദേഹം കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു വൈദിക തുടർ പരിശീലനത്തിൽ പങ്കെടുത്ത സമയത്ത് ഒരു ക്ലാസ് എടുത്തപ്പോൾ ബദരിയിലെ 3 വിശുദ്ധരുടെ മൗനത്തെ കുറിച്ച് പഠിപ്പിച്ചത്. അത് മുഴുവൻ പറയാൻ മണിക്കൂറുണ്ട്, അതിലേക്ക് തന്നെ പോകുന്നത്. അതിലെ ബദരിയിലെ മറിയത്തിന്റെ മൗനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതയാകാതെ കർത്താവിന്റെ പാദപീഠത്തിൽ, കർത്താവിന്റെ കാഴ്ചവെട്ടിൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മൗനത്തോടെ ഇരുന്ന, കർത്താവിന്റെ വാക്കുകൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ബദരിയിലെ മറിയവും ആ ഒരു മറിയവും പരിശുദ്ധ കന്യാമറിയവും ഒക്കെ ഈ ഒരു ആത്മീയ മൗനത്തിന്റെ വക്താക്കളാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. എന്ന് പറയുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒത്തിരി ബഹളങ്ങളില്ല, ആരവങ്ങളില്ല. ഈശോയോട് സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈശോയോട് സംസാരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. അപ്പോൾ നമുക്ക് അനാവശ്യമായ സംസാരങ്ങളില്ല, ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുക. അതാണ് ആത്മീയമായ ഒരു മൗനം. ഒത്തിരി ആരവങ്ങളോ ബഹളങ്ങളോ വറീസോ ഒന്നും അവിടെ ഇല്ല. 4-ാമതായി ഈശോയെ സ്നേഹിക്കുന്നവരുടെ പുതിയ നിയമ ജനതയുടെ ശൈലി എന്ന് പറയുന്നത് ലൈഫ് ഓഫ് കംപ്ലീറ്റ് സറണ്ടർ എന്നുള്ളതാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന ഒരു സറണ്ടർ. ബദാനിയായിലെ തൈലാഭിഷേകത്തിന്റെ കഥ സുവിശേഷങ്ങളിൽ ആ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കണ്ണീര് കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകി ഈ 300 ദിനാറ വില വരുന്ന വിലയേറിയ നദീതൈലം ഒഴുക്കി യേശുവിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവിടെ കൂടി നിന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പാഴ്ചെലവ്? അപ്പൊ ഈശോ അവളെ ഡിഫെൻഡ് ചെയ്യുന്നു, ഇത് പാഴ്ചെലവല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആ സംഭവം യോഹന്നാൻ സുവിശേഷത്തിലാണ് നദീതൈലത്തെ കുറിച്ചൊക്കെ പറയുക. ലൂക്കാ സുവിശേഷകൻ അത് രേഖപ്പെടുത്തുമ്പോൾ അത് ശിമയോന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന തൈലാഭിഷേകമായിട്ടാണ് പറയുക. അവിടെ ശിമയോന്റെ മനസ്സിന് ചിന്തകളെ തിരുത്തിക്കൊണ്ട് യേശു പറയുന്നുണ്ട്, അവൾ അധികം സ്നേഹിച്ചത് കൊണ്ടാണ് അവൾ ആ തൈലം ഒഴുക്കിയത്. അപ്പോൾ അധികം സ്നേഹിക്കുന്നവർ ഒരു വർഷക്കാലത്തെ ഒരു ശരാശരി യഹൂദന്റെ അധ്വാനത്തിന് വില വരുന്ന നദീതൈലം മുഴുവൻ അത് ഒഴുക്കിക്കളഞ്ഞത് അത് പാഴ്ചെലവല്ല. സ്നേഹത്തിന് മുമ്പിൽ ധനാറുകളുടെ കണക്ക് അത് ആരും നോക്കാറില്ല. സ്നേഹം ആരും പണം കൊണ്ട് തൂക്കി നോക്കാറില്ലല്ലോ. പരിശുദ്ധ അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് വേണ്ടി ഒഴുക്കിക്കളഞ്ഞ ഒരു തൈലവും വെറുതെയാവില്ല, കർത്താവിന് വേണ്ടി ഒഴുക്കിക്കളയുന്ന ഒരു ജീവിതവും വെറുതെയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ കർത്താവിന് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് സ്വന്തമാക്കാനുള്ള അടുത്ത ഒരു പാഠം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു പരിപൂർണമായ സമർപ്പണത്തിന്റെ ഒരു ജീവിതം നാം സ്വന്തമാക്കണം എന്നുള്ളതാണ്. അവസാനമായി പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടി എന്നോ ഇഷ്ടദാസി എന്നോ ഒക്കെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടദാസി എന്ന് പറയുക, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുക. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ അനുസരിച്ചുള്ള ഒരു ജീവിതമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ന് വായിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നുള്ളതാണ്. ഞാൻ എന്റെ ഡോക്ടർ തീസിസുമായി ബന്ധപ്പെട്ട് ഞാൻ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശിമയോനാണ്, വൃദ്ധനായ ശിമയോനെ കുറിച്ചാണ്. വൃദ്ധനായ ശിമയോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് ഉണ്ട്, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് റെസ്റ്റഡ് അപ്പോൺ ഹിം എന്നാണ് പറയുന്നത്. അതൊരു വളരെ പ്രത്യേകമായ ഒരു വിശേഷണമാണ്. അങ്ങനെ അത് മറ്റാരെയും കുറിച്ച് പറയുന്നില്ല. ഹോളി സ്പിരിറ്റ് റെസ്റ്റഡ് അപ്പോൺ ഹിം.
പരിശുദ്ധാത്മാവ് ശിമയോന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാ പറയാം, വസിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ എന്നാൽ അതിനേക്കാൾ ഒരു തലം കൂടെ കടന്നിട്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു വാക്ക് ഈ മലയാളത്തിലെ ഇപ്പൊ അധികം ഉപയോഗിക്കാത്ത ഒരു അർക്കായിക് ടേമുണ്ട്, പൊരുതയിരിക്കുക എന്ന് പറയും. കേട്ടോ, പഴയ മുതിർന്നവർക്കറിയാം, യങ് ജനറേഷൻ പറയുന്നില്ല. പൊരുതയിരിക്കുക, അടയിരിക്കുക എന്ന് പറയാം. ഈ കോഴി മുട്ടയ്ക്ക് മുകളിൽ ഇങ്ങനെ അടയിരിക്കുമല്ലോ, അതിന് പറയുന്നത് അതുപോലൊരു വാക്കാണ് പൊരുതയിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് പൊരുതയിരുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താണ്, പരിശുദ്ധാത്മാവ് പൂർണ്ണമായി കൂടാരമടിക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ അമ്മ എന്ന് പറയുക. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളനുസരിച്ച് ജീവിതത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്ന, ക്രമീകരിക്കുന്ന ഒരു ജീവിതമാണ് പുതിയ നിയമത്തിന്റെ ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരായി നമുക്ക് മാറാം. പ്രത്യേകിച്ച് ഈ മാധ്യസ്ഥ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതിനപ്പുറമായി പുതിയ ദൈവത്തിന്റെ ഒരു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു ജീവിതശൈലി സ്വന്തമാക്കുവാൻ, പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ജീവിതത്തിന്റെ ഒരു തുറവി ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായി അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ ജന്മതിരുനാളിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഒട്ടും മാറ്റിവെക്കാതെ, ഒട്ടും പിടിച്ചു വെക്കാതെ ജീവിതത്തിന്റെ മുഴുവൻ വിലയേറി നന്ദിയിലും ഒഴുക്കിയ ആ സ്ത്രീയെ പോലെ ഞങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ പാദത്തിങ്കൽ അർപ്പിക്കുവാൻ, മറിയം പരിശുദ്ധമ്മയുടെ കർത്താവേശ്വസിയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നതുപോലെ കർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന് കർത്താവിന്റെ വാക്കുകൾ കേട്ട് അമ്മ ജീവിതത്തിലുടനീളം ആദ്യം മുതൽ അവസാനം വരെ ഈശോയുടെ ജീവൻ നയിച്ചതുപോലെ, കാലുവരികിൽ പോലും ഈശോയെ വിട്ടുമാറാതെ ഈശോയുടെ കൂടെ യാത്ര ചെയ്തതുപോലെ ഈശോയുടെ ചേർന്ന് ജീവൻ നയിക്കുവാൻ, ആത്മാവിലുള്ള ജീവൻ നയിക്കുവാൻ, പുതിയ ദൈവത്തിന്റെ ജീവൻ നയിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം വചനസന്ദേശത്തിൽ കേട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ കോറിയിടാം. കാരണം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്കത് പല രീതിയിൽ കാണാൻ പറ്റും. അച്ഛൻ എനിക്ക് തോന്നിയത് പ്രധാനമായിട്ട് പറഞ്ഞത് യേശുവിനെ ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് മാതാവിന്റെ രണ്ട് ഐക്കൺസിലും ആ ഒരു ഹൃദയത്തിന്റെ ഭാഗത്താണ് മാതാവ് യേശുവിനെ വെച്ചിരിക്കുന്നത് കണ്ടത്. അപ്പം അത് നമ്മുടെ സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്ന കാര്യമാണ്. അതോട് ചേർന്ന് അച്ഛൻ അനുഭവങ്ങളും അച്ഛന്റെ കുറെ ചരിത്രത്തിലൂടെ നമ്മളെ വിചിത്രം അച്ഛൻ പങ്കുവയ്ക്കുകയും ചെയ്തു. അച്ഛനെ നന്ദി പറയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട്, കാരണം അച്ഛൻ ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഹൗസിന്റെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രൊക്യൂട്ടർ അച്ഛനായിരിക്കുന്ന പ്രിൻസ് അച്ഛന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് മാത്യു നേരിട്ട് അച്ഛൻ. അപ്പോൾ ഇവിടെ ബന്ധം പറഞ്ഞു വരികയാണെങ്കിൽ ഹൗസിന്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് അമ്മയുടെ സ്ഥാനമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ വകയിൽ പറയുകയാണെങ്കിൽ അമ്മാച്ചനായിട്ട് അച്ഛൻ വരും. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്ന് വചനസന്ദേശം നൽകാനും നിങ്ങളോട് കൂടി പ്രാർത്ഥന ആയിരിക്കാനും കാണിച്ച വലിയ മനസ്സിനെയും ഞങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. അച്ഛനെ തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മനസ്സ് പ്രാർത്ഥനയ്ക്കായി കൊടുക്കുന്നു. ഞങ്ങളോടും പുണ്യം നിത്യം ഭൗമികപുത്രി ഞാൻ സംഭവമായി
സുതനെ താഴ്ത്തി സവിതേ ചേർന്നു ദൈവസുതൻ മാതാവാൻ തിരുഹിതമാനാം സൗമ്യരിലെല്ലാം നിന്നവരും ഞാൻ നിന്നൊര ചെയ്തോ ജാനയേറ്റം താഴ്ത്തപ്പെട്ടും അവളിൽ പാർക്കാം ആരുയർത്തപ്പെട്ടില്ലിതുപോൽ അതിനാൽ സ്പർശം മറിയാമേ പോൽ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. 9 മാസം നിന്നെ ദൈവാത്മജനെ കോപത്തിൻ്റെ ഒഴിവാക്കേണം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലായിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. നിയമവാദനം സകല ദുരിതങ്ങളിൽ നിന്നും വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയവുണ്ടാകണമേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർക്കരുതേ. ഞങ്ങളോട് നീ കോപിക്കുകയും വരുതേ. നിന്റെ കരുണയാലും മനുഷ്യ സ്നേഹത്താലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമാകുന്നുവല്ലോ. നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, നിന്നെ പ്രസവിച്ച വിശുദ്ധ കന്യക മറിയാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവിന്റെ തിരുസന്നിധിയിൽ ധൈര്യവും അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ, ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഉൾക്കൊണ്ടൊരു നിയമവേണ്ടി സ്നേഹോത്തന്നോരുമായുമിവ നിൻസാമ്യം ദൈവാജനനി അസ്പഷ്ടം നിവിയന്മാരും സസ്പഷ്ടം ശ്രീയന്മാരും നിൻ സുതരഹസ്യം കാണിച്ചു സദനം സ്തുത്യനാവുകയാൽ നിന്നുടെ സ്വരൂപശിവായി ഞങ്ങളെന്നും സ്തുതിക്കുന്നു. മഹാവിശുദ്ധ സ്ഥലത്ത് എല്ലാ പരിശുദ്ധന്മാരെയും കാലത്തിനായി സ്ഥിതി ചെയ്യുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചവളും സകലത്തെയും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ. എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു. കരുണയുടെ വാതിലെ സകല നന്മകളെയും കൊണ്ടാനമേ. തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയും കന്യകയുമായ അമ്മേ, ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരണമേ. നിന്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ അപേക്ഷയാ ഞങ്ങളുടെ കരകളെ വായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ. നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിതർ ശക്തി പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ. പൈതങ്ങളെ ജ്ഞാനത്തിനും ദൈവഭയത്തിനും വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തുകയും ചെയ്യണമേ. ദുർബലർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. നിന്റെ മാധ്യസ്ഥമൊത്തം പുരുഷന്മാർക്കും സുഗത സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ. വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിർദ്ദയരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ. തിരുസഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ. മാതാവേ, നിന്നെ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാകണമേ. ശ്രേഷ്ഠകരമായതിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ. ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ. നിന്റെ കരുണയിൽ കോട്ട ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ. ഇവരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഇവർ വിജയികളാകണമേ. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും ശമ്മാശന്മാരെയും ഇവിടെ സന്നിഹിതനായിട്ടുള്ള എല്ലാ മക്കളെയും നിന്റെ മാതാവിന്റെ മധ്യസ്ഥതയാൽ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയനായിസോനെന്ന് ഏറ്റുപറയുന്നു. Yes.
കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നാം വിരാമം കുറിക്കുമ്പോൾ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദിയുള്ളവരായിക്കൊണ്ട് തിരിച്ചു ഭവനിലേക്ക് മടങ്ങാം. നാളത്തെ പ്രാർത്ഥന ക്രമീകരണം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ.
നാളെ പ്രഭാതത്തിൽ 6 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് 6:45 വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വൈകിട്ട് 6:45 ജപമാല പ്രാർത്ഥനയും അതിനുശേഷം ഇന്നത്തെ അതേ ക്രമീകരണം അനുസരിച്ച് സന്ധ്യാ നമസ്കാരവും പിന്നെ ധ്യാന ചിന്തയും പിന്നെ അവസാനം നാം മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നാളെ നമുക്ക് വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട മനോജനാണ്. അപ്പോൾ അച്ഛനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതോടൊപ്പം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ വരുത്തുകയാണ്. നമുക്കിവിടെ പ്രാർത്ഥന നിയമങ്ങൾ എഴുതി വെക്കാനുള്ള ഒരു ബോക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഞങ്ങൾ 21 ബ്രദേഴ്സ് ഉണ്ട്. ഓരോ നിയോഗവും ഓരോ ബ്രദേഴ്സിനും പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൊതു പ്രാർത്ഥനകളിലും അത് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നതുമാണ്. ഇന്നത്തെ നേർച്ച നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സജി ചേട്ടനും കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് കൈമുത്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് സന്തോഷിക്കും.